പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL 11ാം സീസണ് പന്തുരുളാൻ ഇനി വെറും 8 നാളുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മുംബൈ സിറ്റിയെ നേരിടും. ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വരുന്നത് ഈ മാസം 15ാം തീയതി തിരുവോണ നാളിലാണ്. തിരുവോണ നാളിൽ രാത്രി 7:30 പഞ്ചാബ് FC ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. കൊച്ചിയിൽ വെച്ചാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ISL 11ാം സീസണിന് വേണ്ടി ഗംഭീര തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ അണിയറയിൽ നടത്തി വരുന്നത്. അതിനു മുന്നോടിയായി മികച്ച സ്ട്രൈക്കറെയും അതുപോലെ തന്നെ മികച്ച ഡിഫൻഡർമാരെയും മികച്ച മധ്യനിരക്കാരെയും ബ്ലാസ്റ്റേഴ്സ് അണിനിരത്തിയിട്ടുണ്ട്. പുതിയ ഗോൾ കീപ്പേഴ്സ്മാരെയും ബ്ലാസ്റ്റേഴ്സ് അണിയറയിൽ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ISL 11ാം സീസണിൽ വയ്ക്കുന്നത്. ISL ക്ലബ്ബുകളിൽ ഒരു കിരീടവും പോലും നേടാത്ത, ഒരു മേജർ ട്രോഫി പോലും നേടാത്ത ഏക ടീം ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ്. ആ കടം വീട്ടാൻ ബ്ലാസ്റ്റേഴ്സിന്, ആ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീടം അത്യാവശ്യം തന്നെയാണ്. എന്തായാലും ISL 11ാം സീസൺ തയ്യാറെടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ലൈനപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ISL അപ്ഡേറ്റ്സിനുമായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിൽ തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായി ഇറങ്ങാൻ സാധ്യത കാണുന്നത് സച്ചിൻ സുരേഷിൽ തന്നെയാണ്. കാരണം സോംകുമാറിന് പരിക്കായതുകൊണ്ട് തന്നെ സച്ചിൻ സുരേഷിനെ നമ്മൾ അവിടെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് സെൻറ്റർ ബാക്കായി കളിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ പ്രീതം കോട്ടാലും അതുപോലെ തന്നെ അലക്സാണ്ടർ കോയഫും കളിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇരുഭാഗങ്ങളുമായി കളിക്കുക ഐബാൻ ഡോഹ്ലിങ്ങും അതുപോലെ തന്നെ പ്രബീർ ദാസും ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്കവിടെ വിപിൻ മോഹനനെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായി ഡാനിഷ് ഫറൂഖിനെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും വിപിൻ മോഹനൻ ഏകദേശം 1 മാസക്കാലം അദ്ദേഹം വേറെ ട്രെയിനിങ്ങിനായി പോകുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വിപിൻ മോഹനനെ ചിലപ്പോൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കില്ല. പകരം ഫ്രെഡിയെ നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചേക്കാം. അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ അഡ്രിയാൻ ലൂണ കളിക്കും. അതുപോലെ തന്നെ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിക്കാൻ ഇരുഭാഗങ്ങളുമായി നോവ സദോയും അതുപോലെ തന്നെ രാഹുൽ KPയും ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ജീസസ് ജിമിനസും ഉണ്ടാകും മുന്നേറ്റ നിരയിലേക്ക് എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഗോളടിച്ച് കൂട്ടാൻ ജീസസ് ജിമിനസും ഉണ്ടാകും. ഏതായാലും ഇങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നത് ISL 11ാം സീസണിൽ. എന്തായാലും ഇതിൽ വിപിൻ മോഹനൻ്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ സംശയമുള്ളത്. വിപിൻ മോഹനൻ ഏകദേശം 1 മാസക്കാലത്തേക്ക് അദ്ദേഹം വിദേശത്ത് ട്രെയിനിങ്ങിനായി പോകുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു. ഏതായാലും അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരമായി ഫ്രെഡി അവിടെ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.